ഇന്നൊരു ഫ്രൈഡ് സേമിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് പെട്ടെന്നൊരു കടി നമ്മൾ എന്തുണ്ടാക്കാമെന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ എന്നും ഈ ദോശയും പുട്ടുകളൊക്കെ തിന്ന് കുട്ടികളൊക്കെ ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ സേമിയ, ഫ്രൈഡ് സേമിയ. വളരെ എളുപ്പത്തിൽ ഒരു 15-20 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റിയ ഒരു സംഭവമാണിത്. അതിന് ഒരു 1.5 ലിറ്റർ വെള്ളം അടുപ്പത്ത് വെച്ച് ഒരു 1.5 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. ഒരല്പം ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു 250 ഗ്രാം സേമിയ ഇട്ട് കൊടുക്കുക. ഒരു 3 മിനിറ്റ് മാത്രം തിളച്ചാൽ മതി. അതിന് സേമിയ വെന്തിരിക്കും. ഒന്ന് ഊറ്റിയെടുക്കുക അതിൽ നിന്ന്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ 2 ടേബിൾ സ്പൂണ് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഒന്നിട്ട് ചിക്കി എടുക്കുക. നമ്മൾ കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, കാബേജൊക്കെ ജൂലിയനായി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആ ക്യാരറ്റ് ആദ്യം ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിൽ ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഒന്ന് വെന്തതിന് ശേഷം ക്യാപ്സിക്കും കാബേജും ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കും കാബേജും ക്യാരറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആ വെജിറ്റബിൾ എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സേമിയയും ഈ വെജിറ്റബിളും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത എഗ്ഗ് ഇട്ട് കൊടുക്കുക. തീ കൂട്ടി കൊടുത്ത് ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈഡ് സേമിയ റെഡി ഉണ്ട് കേട്ടോ. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഫ്രൈഡ് റൈസും നൂഡിൽസും കഴിക്കുന്നവർ പോലെ തന്നെ ഇതും കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും അതുമാതിരി ഫോളോസൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ.